ഡുഗുഡൻ ഇന്ന് ക്ലാസ്സിൽ കളർ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. സ്കൂളൊക്കെ ഏകദേശം അവസാനിക്കാവുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ബുക്സൊക്കെ നമുക്ക് തന്നു വിട്ടു കേട്ടോ. അതുവരെ നമ്മൾ ഇവരുടെ ബുക്കുകളും ഇവരുടെ വർക്കുകളും ഒരു സാധനം കണ്ടിട്ടുണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നോട്ട് ബുക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു സംഭവം ഇവർക്കില്ല കേട്ടോ. ഇതെല്ലാം സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നു, സ്കൂളിൽ തന്നെ വെക്കുന്നു. ഇയറൊക്കെ എൻഡ് ആവുന്ന സമയത്താണ് നമുക്കിതെല്ലാം തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവർ ഇപ്പോൾ കഴിയാറായതുകൊണ്ട് ഓരോരോ ബുക്സ് തന്നിട്ട് അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് കാണിക്കാൻ കേട്ടോ. ആർട്ടിൻ്റെയും ജോഗ്രഫിയുടെ ഒക്കെ 2 ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവരടുത്ത് ഒരു ബുക്ക് കഴിയുമ്പോൾ അടുത്ത് എടുക്കും. ബുക്സ് എല്ലാം തന്നെ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബുക്സ് എല്ലാം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് ഞാൻ വേഗം ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് സ്പൂൺ വേണമെന്ന് പറഞ്ഞു. സ്പൂൺ എടുക്കാൻ വേറെ കാര്യമൊന്നുമില്ല, നെയിൽ പോളിഷ് പിങ്കാണേ, അതിൻ്റെ കളർ മാറും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി പിള്ളേർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് കുറേ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് സ്കൂളിലോട്ട് വീണ്ടും പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം. വേറൊന്നുമല്ല, ഇന്നൊരു ചെറിയൊരു അവാർഡ് സെറമണി ഉണ്ട് കേട്ടോ. ഡുഗുഡിന് സ്കൂളിൽ നിന്ന് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും അവാർഡ് കിട്ടിയ കുട്ടികൾക്കും അവരുടെ പാരൻസിന് മാത്രമേ ഇൻവിറ്റേഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. സനോജ് ഉണ്ടായിരുന്നില്ല, സനോന് ജോലിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. അവൾക്ക് കിട്ടിയിരിക്കുന്നത് ജോഗ്രഫിക്കായിരുന്നു കേട്ടോ അവാർഡ് കിട്ടിയിരുന്നത്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു ബാഡ്ജും കൂടിയിട്ടാണ്. അവാർഡ് കിട്ടിയ കുട്ടികൾക്കും അവരുടെ കൂടെ വന്ന പാരൻസിനും കളിക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലേറ്റബിൾ കുറച്ച് സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കളിക്കാനുള്ള ആകാംക്ഷയിൽ സച്ചുവാണ് അവിടെ ആദ്യം എത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് നേരം സച്ചു അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും സനോജ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തന്നെ സച്ചുവിനും നമുക്ക് റിപ്പോർട്ട് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചേച്ചിയെ കാണിക്കുന്നതിന് മുന്നേ എൻ്റെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി സനുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദാസിൻ്റെ കൂടി ഊഹം വന്നു, ഊഴം വന്നു. അപ്പോൾ അതും കൂടി അവളും കൂടി കാണിച്ചു കൊടുത്ത് പപ്പയ്ക്കും കൂടി കാണിച്ചു കൊടുത്ത് കഴിയുമ്പോഴല്ലേ കംപ്ലീറ്റ് ആവുന്നത്.